അടിക്കടി അതേ നടക്കൂ. ഈ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് അവനവന്റെ ജീവൻ രക്ഷിക്കാൻ തിരിച്ചടിക്കാൻ അവകാശമുണ്ട്. തിരിച്ചടിക്കുക. അല്ലാണ്ട് നോക്കിക്കൊണ്ട് നിന്നിട്ട് ഒരു ചെവിട് അടിവിട്ടുമ്പോ മറ്റേ ചെവിട് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലം കഴിഞ്ഞു 48-ൽ. ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. അടിക്ക് തിരിച്ചടിച്ചാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അത് എവിടെയൊക്കെ തിരിച്ചടികൾ കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഭരണകൂടത്തിന് നട്ടെല്ലുണ്ടാവണം, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് നട്ടെല്ലുണ്ടാവണം. ഈ 2 കാര്യം കൊണ്ട് മാത്രമേ ഈ മതമൗലിക ശക്തികളെ തകർക്കാൻ പറ്റൂ. അല്ലാതെ തകർക്കാൻ പറ്റില്ല. ഇപ്പൊ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞപ്പോ ഇവന്മാര് ചെയ്യുന്ന പോലെ കണ്ടവരെയൊക്കെ കഴുത്തറക്കും, എന്താ പറയാ, കാണുന്ന സ്ത്രീകളെയൊക്കെ കയറി പിടിക്കും, കുഞ്ഞുങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നതല്ല പറയാ. ഇങ്ങോട്ട് വരുന്നവനെ, ഇങ്ങോട്ട് വെട്ടാൻ വരുന്ന പോത്തിന്റെ അടുത്ത് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് നമ്മുടെ പൂർവികര്, മുതിർന്നവര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പോഴും പല വീട്ടിലും പറഞ്ഞിട്ടുണ്ട്. പോത്തിന്റെ അടുത്ത്, കുത്താൻ വരുന്ന പോത്തിന്റെ അടുത്ത് വേദം ഓതിയിട്ട് കാര്യമില്ല. അപ്പൊ തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ പോത്തിന് മൂക്കയറിടണം. മൂക്കയറിടേണ്ടത് സർക്കാരാണ്. അതില്ലെങ്കിൽ തിരിച്ചടി കൊടുക്കാനുള്ള ഒരു ശേഷി ജനങ്ങളിൽ ഉണ്ടാവണം. അപ്പൊ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചോദിക്കും, ഈ രാജ്യത്തെ മതേതരത്വം ജനാധിപത്യം ഒക്കെ പൊളിയില്ലേന്ന്. പൊളിയട്ടെ. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയതല്ലേ. മനുഷ്യനുണ്ടാക്കിയ മതവും വിശ്വാസവും പൊളിയണം എന്ന് ഒരുപാട് പേര് ഇവിടെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. ഇതും മനുഷ്യനുണ്ടാക്കിയതല്ലേ. മാറ്റി നമുക്ക് പുതുക്കി പണിതാന്നേ. ഒന്ന് അടിച്ചു തൂത്ത് വൃത്തിയാക്കി എല്ലാം ശരിയാക്കി വീണ്ടും ഒന്ന് നമുക്ക് പുതുക്കി പണിയാന്നേ. എന്താ അത്ര ബുദ്ധിമുട്ട്? ആർക്കാണ് അത്ര എല്ലിനിടെ കുത്തിയിട്ട് സഹിക്കാൻ പറ്റാത്തത്? സി രവിചന്ദ്രനോ? അതോ 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 വേറെ ഏതെങ്കിലും യുക്തന്മാർക്കോ? ഒക്കെ ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. LDF വന്നു, എല്ലാം ശരിയായില്ലേ? ഇപ്പൊ കേരളം നന്നായില്ലേ? ഇപ്പൊ അതേപോലെ തന്നെ എല്ലാം നന്നാവും. എന്തായാലും എന്തൊക്കെയാ സന്ദേശ് വിശേഷം? കൊറേ കണ്ടിട്ട്. ഞാൻ ബിസിയാണ്, അതുകൊണ്ടാണ്. നമസ്തേ, അടിപൊളിയായിട്ട് പോണു. അപ്പൊ എന്താ തിരക്കാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ സന്ദേശ് കാലി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് 13 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് അമ്മ പറയാണ്, നിങ്ങൾ എല്ലാവരും കൂടി എന്റെ മോളെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ അത് ചത്തുപോകും, അല്ലെങ്കിൽ മരിച്ചു പോകും, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരായിട്ട് ചെയ്തോളിയിരുന്നു ജിഹാദികളോട്. അത് അങ്ങ് ഇവിടെ ബംഗാളില് ഈ ജിഹാദികളെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും ഒക്കെ വെളുപ്പിച്ച് കൊടുത്തിട്ടുള്ള ഒരു തലമുറയ്ക്ക് കിട്ടിയിട്ടുള്ള അതിന്റെ ഒരു എന്താ പറയാ, ഒരു ജനതയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു ശിക്ഷ. അത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും ആരായാലും ശരി, അവരുടെ മുൻ തലമുറയിൽപ്പെട്ടുള്ള ആളുകൾ ചെയ്തു വെച്ചതിന്റെ ശിക്ഷയാണ്, വേറെ ഒന്നുമല്ല. അവര് പണ്ട് ജിഹാദികളെ വെളുപ്പിച്ച് മതേതരത്വം പറഞ്ഞ ആളുകളായിരുന്നു, ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ പൂഞ്ഞാറില് ഒരു ചർച്ചിന്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു പള്ളി ചെന്ന വണ്ടി ഇടിച്ചിട്ട് കൊല്ലാൻ നോക്കി. ചർച്ചിന്റെ ഉള്ളിൽ കയറിയിട്ട ഓരോ ചർച്ചിന്റെ ഉള്ളിൽ, ഇപ്പൊ നമ്മളെ അമ്പലത്തിന്റെ ഉള്ളിലിട്ട് നടന്നിട്ട് അടിച്ച് തൂഫാനാക്കി ഉണ്ടാവില്ല നമ്മളെല്ലാത്തിനും. നമ്മൾ നടന്നത് ഏതെങ്കിലും അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് അങ്ങനത്തെ പരിപാടി ജിഹാദിൽ ചെയ്തെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ഥിതി അവരറിയും. ഓരോ ചർച്ചിന്റെ ഉള്ളിൽ കയറിയിട്ട് ഓരോ വണ്ടി ഇടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് ഓരോ മക്കട്ട് അങ്ങോട്ട് പറഞ്ഞു. ഇതാണ് അവസ്ഥ. ഇവിടെ ക്രൈസ്തവ സമൂഹം ശക്തമായിട്ട് അതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടിയിരിക്കുന്നത്. അവരുടെ മുന്നിൽ 2-3 എക്സാമ്പിൾസ് ആൾറെഡി ഉണ്ട്. കാസ പോലെയൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് കൂടുതൽ ക്രൈസ്തവ സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഈ വരാൻ പോകുന്ന നീരാളിപ്പിടുത്തം എന്ന് പറയുന്ന ജിഹാദിസം, ഇതൊരു നീരാളിപ്പിടുത്തമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് മാനവരാശിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്, മാനവരാശിയുടെ മംഗളത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ വേറൊരു രക്ഷയില്ല. ഇതിന് അടിക്ക് തിരിച്ചടി മാത്രമേ രക്ഷയുള്ളൂ. ഈ ഒരു മരുന്ന് എന്ന് പറയുന്നത് തിരിച്ചടി മാത്രമാണ്. അത് കിട്ടുമ്പോ ബംഗാളിൽ അടുത്തന്നെ കിട്ടും, ഒരു സംശയവും വേണ്ട. അടുത്തന്നെ ബംഗാളിൽ കിട്ടും. അതിനുള്ള ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. കുറച്ചുകൂടി ഉണ്ട്. പിന്നെ പറയുന്ന പോലെ അവിടെയും ഈ പറയുന്ന പോലെ മമതയ്ക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് ഇവരാരും ചിന്തിച്ചില്ല ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ പോകുന്നു. മൃഗങ്ങൾക്കാണ് അവർ വോട്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് അവർക്ക് ചിന്തയുണ്ടായിരുന്നില്ല. അതിന്റെ അവർ അനുഭവിക്കുകയാണ്. ഓരോ കാലത്തും ചില മനുഷ്യന്മാര് ചെയ്യുന്ന തെറ്റ് ആ സമൂഹം മൊത്തം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ആ അനുഭവങ്ങളിൽ നിന്നാണ് വീണ്ടും പഠിക്കുക. ഹിന്ദുക്കളാണെങ്കിൽ പിന്നെ പഠിക്കില്ല. കുറെ പഠിക്കും, പഠിച്ചെന്ന് ഒന്ന് ശരിയാക്കി എടുക്കും, എന്നിട്ട് കുറെ കഴിയുമ്പോൾ എല്ലിനിടെ കുത്തും, മതേതരത്വം കൊണ്ടുവരും. അങ്ങനെയാണ് കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ ഒരു വലിയ മാറ്റം, ഒരു ഇത് വരുന്നോണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും സന്ദേശ് കലിയിൽ മാറും. ഇന്ന് ഷാജഹാന്റെ കടകൾ മൊത്തം ആദിവാസി സ്ത്രീകൾ മൊത്തം കത്തിച്ചിട്ടുണ്ട്. അവൻ കിട്ടിയിട്ടില്ല.
എന്തായാലും കിട്ടിയ സ്ഥിതിക്ക് അവനുള്ള പണി 8ന്റെ പണി കൊടുത്തിരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്രത്തോളം ബംഗാൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് എന്തായാലും ഇതേപോലെ തന്നെ പൂഞ്ഞാറിൽ ഈ പള്ളിയുടെ കാര്യത്തിൽ പറഞ്ഞാലും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഒന്നിച്ച് നിൽക്കേണ്ട പി.സി. ജോർജൊക്കെ കാലങ്ങൾ മുന്നേ പറയുന്നതാണ്. പി.സി. ജോർജ് ബി.ജെ.പി. ചേർന്നതോടുകൂടി എന്തോ വർഗീയവാദിയായി വർഗീയവാദി. ഇന്ന് ഞാൻ നമസ്തേ കേരളത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. ആണ് വർഗീയവാദിയാണെങ്കിൽ എന്താ? ആർക്കെങ്കിലും കേസ് കൊടുക്കാൻ പറ്റുമോ? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ച് എനിക്കെതിരെ ഞാൻ വർഗീയവാദിയാണ്? ഏത് വകുപ്പ് അനുസരിച്ച് കേസ് എടുക്കാൻ പറ്റും? പറ്റില്ല. അപ്പം നിങ്ങൾ എന്തോ കുറവുള്ള ആൾക്കാരാണ്. അതായത് മനുഷ്യന്റെ 108 മർമ്മങ്ങളിൽ ഒരു മർമ്മം കുറവുണ്ട് എന്ന് പറയണ പോലെ നിങ്ങൾ എന്തോ കുറവുള്ള ആൾക്കാരാണ് വർഗീയവാദികൾ എന്ന് പറഞ്ഞാൽ വർഗീയവാദത്തിന് അർത്ഥം എന്താണ്? ഒരു വർഗത്തിന് വേണ്ടി മാത്രം വാദിക്കുന്നവനെയാണ് വർഗീയവാദി എന്ന് പറയുന്നത്. അപ്പോ ഈ ആൾക്കാര് ഞമ്മന്റെ ആൾക്കാർ അവരുടെ വർഗത്തിന് വേണ്ടി. അപ്പൊ അവരല്ലേ വർഗീയവാദികൾ? ഞാൻ ഭാരതീയർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നു. ഇതിൽ എല്ലാവരും ഉണ്ട്. ആ വർഗീയവാദിയാണ് ഞാൻ. ആ ടൈപ്പ് വർഗീയവാദിയാണ് ഞാൻ. അപ്പൊ ഇത് പറയുമ്പോ ഇവർക്ക് ഇതേപോലെ തന്നെ പി.സി. ജോർജിനെ ഇപ്പോ കുറെ കാലങ്ങളായിട്ട് അവര് ഈരാറ്റുപേട്ടയിൽ തോൽപ്പിക്കും അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തു. അന്ന് ഈ സകല കമ്മികളും കൊങ്ങികളും കൂടി അതിന് കൂട്ടുകൊടുത്തു. കൂട്ടിക്കൊടുക്കുക എന്ന് പറയും. അതായത് ഒരു മനുഷ്യൻ ശരിയായിട്ടുള്ള ദിശാബോധത്തോടുകൂടി ചിന്തിച്ചു തുടങ്ങുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യേണ്ട സമൂഹം അവനെ ആദ്യം വീഴ്ത്തിയിടും. സാരമില്ല. പി.സി. ധൈര്യമുള്ളവനാണ്, ആൺകുട്ടിയാണ്, പിടിച്ചു നിന്നു. പിടിച്ചു നിന്ന് തിരിച്ച് ശരിയായ പാതയിലോട്ട് തന്നെ കേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. പി.സി. ജോർജിന്റെ പാത പിന്തുടരുക എന്നുള്ളതാണ് ഇപ്പോ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ക്രൈസ്തവ പക്ഷം ചെയ്യേണ്ടത്. അത് വേറൊന്നിനും വേണ്ടിയിട്ടില്ല. അവരുടെ അടുത്ത വരാൻ പോകുന്ന തലമുറകൾക്കും അവർക്ക് വേണ്ടി ഭാരതീയരായിട്ടുള്ള എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ഇതിൽ പറയുന്ന പോലെ ശുഭസ്യ ശീഘ്രം ഒരു സമയത്തിന്റെ ഒരു സെക്കൻഡിന്റെ പോലും വെയിറ്റ് ചെയ്യാതെ നല്ല കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. തീർച്ചയായും കേരളത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ പുറത്ത് കിടക്കുന്നതാണ്. വരുവോ വരില്ലയോ എന്നല്ല. ഇവരുടെ ഈ മേധാവിത്വത്തിന്റെ ഇവരുടെ ഈ മത മേധാവിത്വങ്ങൾക്ക് മേലെ നമ്മൾക്ക് പറന്നുയരാൻ കഴിയുമോ എന്നുള്ളത് ഓരോരുത്തരുടെയും ചിറക് അവരവരുടെ കയ്യിലാണ്. അതിന്റെ ശക്തി അവർക്ക് അറിയാം. നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ട് അസാധ്യമായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല. ഒന്നിച്ച് നിന്ന് ഒറ്റ പിടി പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഈ കേരളം. അല്ലാണ്ട് ഇവിടെ വലിയൊരു ഉണ്ടാസ് ഒന്നും കേരളത്തിൽ ഇല്ല. ഇപ്പോ ഡെമോഗ്രാഫിക്കലി ഈ പറയുന്ന പോലെ അവര് എന്താ പറയാ 10-30% ആയിരിക്കാണ്. പക്ഷെ എപ്പോഴും പറയുന്ന പോലെ മോദിക്ക് ആദ്യം 2014 വോട്ട് ചോദിച്ചപ്പോ പറഞ്ഞു 37% അല്ലേ ഉള്ളൂ, 37% അല്ലേ ഉള്ളൂ. അപ്പൊ ബാക്കി 63% മോദിക്ക് എതിരല്ലേന്ന്. ഇത് തന്നെയല്ലേ ഇപ്പൊ എല്ലാവരും ചോദിക്കേണ്ടത്. അവര് 30% ഉള്ളെങ്കിൽ ബാക്കി 70% അപ്പുറത്തല്ലേ? ഇതെന്താ ജനങ്ങൾ ചിന്തിക്കാത്തത്? അപ്പൊ ഇത് ഒന്നിച്ച് നിൽക്കുക. ഒന്നിച്ച് നിൽക്കണം. എന്തിനെതിരെ നിൽക്കേണ്ടത്? ഒരു രാഷ്ട്രീയക്കാരനും കൂടി ഉണ്ടാക്കി കൊടുക്കണ്ട. ബി.ജെ.പിക്കും ആർക്കും ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുക. അതാത് സമയങ്ങൾ വിവേകത്തോടു കൂടി വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അത് ചെയ്യാതിരിക്കുമ്പോ നമ്മൾക്ക് ആ തിരിച്ചടികൾ കിട്ടും. അത് വേദനിച്ചിട്ട് പിന്നെ ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടോ നുള്ളിയിട്ടോ പിച്ചിട്ടോ കാര്യമില്ല. കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടും കാര്യമില്ല. വേണ്ട സമയത്ത് കൃത്യമായ തീരുമാനം എടുക്കുക. വോട്ട് ചെയ്യുക. 2024 ഇതാ അടുത്ത 2 മാസം 2 മാസവും ഇല്ല. 50 ദിവസം 55 ദിവസം ആകുമ്പോഴേക്കും ഇലക്ഷൻ ആണ്. ഇലക്ഷനിൽ കൃത്യമായിട്ട് വോട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഞങ്ങൾ വേറൊരു ദിശ മാറി സഞ്ചരിക്കാൻ തുടങ്ങി. കാരണം നിങ്ങൾ ശരിയല്ല. നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന മതേതരത്വവും അല്ലെങ്കിൽ ജനാധിപത്യവും അല്ല ഇവിടെ മൊത്തം കാണിക്കുന്നത്. വിഘടനവാദവും എന്താ പറയാ സ്വജനപക്ഷപാതവും മാത്രമാണ്. അവർക്ക് വേണ്ടി മാത്രമാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്, മുറവിളി കൂട്ടുന്നത്. അതിന് മറയായിട്ട് മതേതരത്വവും ജനാധിപത്യവും യൂസ് ചെയ്യുന്നു. ഇനി അത് പറ്റില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാനുള്ള അവസരമാണ് 2024 ഇലക്ഷൻ. അത് പറയുക, കൃത്യമായി വോട്ട് ചെയ്യുക, പറയുക, കാണിച്ചു കൊടുക്കുക. വരുന്നതിനെ കുറിച്ചൊന്നും ഭയപ്പെട്ടിട്ട് കാര്യമില്ല. തോൽവിയോ ജയം ഇതിനെക്കുറിച്ചൊന്നും ഭയപ്പെടരുത്. നമ്മൾ എടുക്കുന്ന നിലപാട്, നമ്മൾ ചെയ്യുന്ന നമ്മുടെ കർമ്മം ഇത് കൃത്യമായിരിക്കണം. അത് വേറൊന്നും പറയാനില്ല. ഇത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഏത് പറയില്ലേ നമ്മൾ എല്ലാം ശരിയാക്കി എടുക്കാൻ ഒരു ഒരു രീതിയുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ആകാശം താഴെയും ഭൂമി മറിച്ചിടണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. പക്ഷെ ഒത്തുപിടിച്ചാ മലയും പോരും. പതുക്കെ 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 ശരിയാക്കി എടുക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. താങ്ക് യു സുബ്രഭാത്. എല്ലാവർക്കും നന്ദി.